ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കുബൂസിൻ്റെ റെസിപ്പിയാണ്. സാധാരണ ഈസ്റ്റ് ചേർത്തിട്ടാണ് കുബൂസ് റെഡിയാക്കുന്നത്. നമ്മളിന്ന് ഈസ്റ്റ് ഒന്നും ചേർക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുബൂസ് വീട്ടിലെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ലൊരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് മൈദമാവാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും കപ്പിലൊക്കെയാണ് അളക്കാറുള്ളത്. അപ്പോൾ ചിലർ വിചാരിക്കും കപ്പന്നെ നിർബന്ധമുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഗ്ലാസ്സിലാണ് ഇപ്പോൾ അളന്നെടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മളിതിലേക്ക് ചേർക്കേണ്ടത്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ മുഴുവൻ എടുക്കേണ്ട, ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മാവും ആ ഒരു ബേക്കിംഗ് പൗഡർ സോഡ എല്ലാം കൂടെ ഒന്ന് കറക്റ്റ് എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരില്ല, അത്രയും അളവിൽ ചെറുനാരങ്ങ നീര് ഒഴിക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ചപ്പാത്തിൻ്റെ മാവ് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചാൽ മതി, വെള്ളം കൂടി പോകാൻ പാടില്ല. ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുക്കേണ്ടത് കേട്ടോ, തിളച്ച വെള്ളം എടുക്കരുത്. അപ്പോൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ടുണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിവിടെ കുഴച്ച് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ട് മാവ്. നമുക്കിതൊന്ന് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ കുറഞ്ഞ സമയം വെക്കണം കേട്ടോ. കൂടിയ സമയം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പം ഞാനൊരു അരമണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഈ മാവ് കാണിക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് ഇട്ട പോലെ പൊങ്ങിയൊന്നും വരില്ല. ഈസ്റ്റ് ഇട്ടല്ല ഒരു ഡബിൾ സൈസായി വന്നിട്ടേ നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ എത്ര വലുപ്പം വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ചെറിയതാണെങ്കിൽ ചെറിയ ബോളുകളാക്കി മാറ്റുക, വലിയതാണെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള ഉരുളകളാക്കിയിട്ട് തന്നെ മുറിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു 5 ബോൾസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചപ്പാത്തി പലകയിലിട്ടിട്ട് കുറച്ച് പൊടി തൂവിയിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടോ ഒക്കെ പരത്തിയെടുക്കാൻ പറ്റും. ഒരുപാട് വലിപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ചപ്പാത്തി പലകയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പൊടി കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം പരത്തി കൊടുക്കുക. ചപ്പാത്തിൻ്റെ പോലെ അത്രയും കട്ടി കുറച്ചിട്ട് പരത്തരുത്. കുറച്ച് കട്ടിയിലാണ് നമ്മൾ ഈ കുബൂസിന് വേണ്ടിയിട്ട് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് നമ്മൾ തിന്നാക്കരുത് എന്നാണ് പറഞ്ഞത് കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു ലെയറായിട്ട് ഇങ്ങനെ പൊള്ളി വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അത്രയും കട്ടിയിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള ബോൾസ് നമുക്കിതുപോലെ തന്നെ പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ തവയിൽ വെച്ചിട്ടാണ് നമ്മൾ വീട്ടിലൊക്കെ ചുട്ടെടുക്കാറുള്ളത്. ശരിക്കും കുബൂസ് തവയിൽ ചുട്ടെടുക്കുന്നതല്ല, അതിനായിട്ടൊരു അടുപ്പാണല്ലോ. അപ്പം നമുക്ക് വീട്ടിലെങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പം നേരത്തെ ഞാനൊരു കുബൂസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗോതമ്പ് പൊടിയിൽ ചെയ്യുന്നൊരു കുബൂസ്, അത് ഈസ്റ്റൊക്കെ ചേർത്തിട്ടാണ് അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക കേട്ടോ. മിനി കുബൂസ് പറഞ്ഞിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു കുബൂസുകളാണ് അന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള മൊത്തം ഞാനിതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും, അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ എല്ലാം ഒന്ന് പരത്തി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഒരു തവ ചൂടായതിന് ശേഷം ചുട്ടെടുക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കരുത് കേട്ടോ. നല്ലൊരു മീഡിയം തീയിലിട്ടിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. നമുക്ക് ശരിക്കും അങ്ങോട്ട് പൊങ്ങി വരില്ല, അപ്പോൾ ഉൾഭാഗം വേവൂല കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു മീഡിയം തീയിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർത്തില്ല എന്ന് വിചാരിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നന്നായിട്ട് തന്നെ വരും കുബൂസ്. അപ്പോൾ ഈസ്റ്റിൻ്റെ മണമൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. ചിലർക്കൊന്നും ഈസ്റ്റിൻ്റെ ആ ഒരു സ്മെല്ല് ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ ചെയ്യാം. ഈസ്റ്റ് കുഴപ്പമില്ലാത്തവർക്ക് ഈസ്റ്റ് ചേർത്തിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം.
വളരെ ഈസിയാണ്. നമ്മൾ ഈസ്റ്റ് ഇട്ട് ചെയ്യുന്നേക്കാളും ഈസിയാണ്. ഈസ്റ്റ് നമ്മളൊന്ന് പൊങ്ങി വരാനായിട്ട് മാവ് ഒരു മണിക്കൂറെങ്കിലൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 15 മിനിറ്റ് വെച്ചാൽ മാത്രം മതി. അതിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അത്രയേ ഉള്ളൂ. നമുക്ക് തിരക്ക് പിടിച്ച സമയത്താണെങ്കിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊന്നും ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. മുഴുവനും ചുട്ടെടുക്കുന്നതൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈഡ് ഡിഷിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് വലിപ്പം കുറച്ചിട്ട് ചെറിയ ചെറിയ കുബൂസുകളാക്കിയിട്ടാണെങ്കിൽ അതുപോലെ നിങ്ങൾ പരത്തിയെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ ചുട്ടതൊന്ന് കാണിക്കാം കേട്ടോ ഞാൻ. ഇനി ഇത് ചുട്ട് വെച്ചിട്ട് പുറത്ത് കൂടുതൽ സമയം വെക്കരുത്. പെട്ടെന്ന് തന്നെ ബലം വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് വലിയ ചൂടാറിയതിന് ശേഷം ഒരു കാസറോളിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.